അധികം മോശം അല്ല, വണ്ടി ഭയങ്കര പാടുപെട്ട് പോകേണ്ട ഒരു റോഡിലെത്തി. ഇന്നലെ എന്നെ രക്ഷിച്ച ആളാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബരലച്ചാല എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇപ്പം ആക്ച്വലി വല്ലാത്തൊരു സ്ട്രഗിളിലൂടെയാണ് ഞാൻ കുറച്ചൊരു മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു എടുത്തു. അവിടെ നിന്ന് മുന്നോട്ട് എടുത്തപ്പം ഇത് ആക്ച്വലി ഇപ്പം ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇവിടെ ജിസ്പയിലാണ്. മണാലിയിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന വഴി ഇവിടെ എത്തിയപ്പം 7 മണിയായി, 6:30ആയി. എൻ്റെ കൈ മൊത്തം മഴ വിച്ചു. അപ്പോൾ ഇന്നലെ ഇവിടെ എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന മലയൊക്കെ ആക്ച്വലി ക്ലിയർ മലയായിരുന്നു. ഇപ്പോൾ അതിനകത്ത് മഞ്ഞ് വീണ് തുടങ്ങി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ മഞ്ഞ് വീണ് തുടങ്ങി. അപ്പോൾ മഞ്ഞ് വീണിട്ട് അവിടെ എല്ലാം മഞ്ഞ് വീണ് തുടങ്ങി. ഞാൻ വന്നപ്പോൾ ഈ സെയിം മല പോലെ ആയിരുന്നു. ഇവിടെ ഫുൾ മലയാണ്, 2 സൈഡിലും മലയാണ് കേട്ടോ. ഈ മലയുടെ ഇടയ്ക്കാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുക ലേയിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം 11:30 ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പം സത്യം പറഞ്ഞാൽ 11 മണിക്ക് എഴുന്നേറ്റേ ഉള്ളൂ. എഴുന്നേറ്റ് പല്ലും തേച്ച് ബാത്റൂമിലും പോയി നേരെ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിക്കുക. കുളിക്കുന്നൊന്നുമില്ല, ഭയങ്കര തണുപ്പ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഇതേ കണക്കത്തുള്ള ഓഫ് റോഡിങ് വണ്ടീസാണ് ലേയിലൊക്കെ പോകുന്നത്. ഇതേ കണക്കത്തുള്ള അത് ഇവിടുത്തെ സാറിൻ്റെ വണ്ടി, അതായത് ഈ ഹോട്ടലിൻ്റെ ഓണേഴ്സിൻ്റെ വണ്ടിയാണ്. അപ്പം അത് കൂടാതെ ഇവിടുത്തെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ പോകുന്ന പലർക്കും സർപ്രൈസാണ്. ഓക്കെ, അപ്പോൾ അതല്ല, നമ്മളിപ്പോൾ ഇവിടുത്താണ് ഏരിയ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ലേയിലേക്കുള്ള പാർട്ട് 2 ആണ്. ये गाड़ी पहुंच जाएगी ले? हाँ सर, रोहतांग गया कल। रोहतांग और ले में फर्क है यार भाई। नहीं सर, ले में एक बार मैंने गया था। और है आपके यहाँ कोई नॉन पीछे से जो आ रहे हैं? नहीं, मैं ये की बस, मैं सोलो एंड्योरेंस ट्रैवलर है। पीछे में मेरा सब नियम सब है गाड़ी का पीछे। ये क्या है? ये हिमाचल से टूरिस्ट काउंसिल परमिट और बता दिया यही बस चाहिए ले तक जाने के लिए। ले से नया परमिट लो करदुंगला जाने के लिए। नया गाड़ी है? नहीं सर, 2006। मुझे ऐसा लग रहा है नया है गाड़ी। नहीं, मैंने मॉडिफाई किया सर। सर आप आर्मी है? पुलिस हिमाचल पुलिस है सर। मैं गिरा हुआ नीचे वो उधर। हाँ सर, अभी मैंने परमिट लिया सर। ओके, थैंक यू सर। नॉट प्रॉब्लम। यस सर, थैंक यू सर। Sir, can I overtake and go? Yeah. Thank you sir. Thank you. Karcha check post വരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ലേയിലേക്ക് പോകുന്ന വഴി കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പം ഇവിടെ ആക്ച്വലി നല്ലൊരു സ്പോട്ട് കണ്ടു. അപ്പോൾ നിർത്തിയതാണ്. നമ്മൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോമാൻസ് ലാൻഡ് പോലെയാണ്, ആരുമില്ല. കുറച്ച് പിന്നോട്ടായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ആ ആർമി ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഇവിടെ എല്ലാം സ്നോ കവേർഡ് ആയി തുടങ്ങി. ഇപ്പോൾ വൈകാതെ ഇപ്പോൾ ഇവിടെ ഫുള്ള് സ്നോ കവേർഡ് ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും മേളെല്ലാം സ്നോ ആയി. ഭയങ്കര അസഹനീയമായ തണുപ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞാൻ ജാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്, സൈഡ് ചേർത്ത് ഇട്ടേക്കുന്നത്. ഇവിടെ ബോർഡർ റോഡ്സിൻ്റെ ലൈഫ് ഈസ് എ ലിമിറ്റഡ് കമ്പനി വിത്ത് അൺലിമിറ്റഡ് ഡ്രീംസ്, 38 BRTF 70 RCC. അത് ബറ്റാലിയൻ നമ്പരും അതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. BOR എന്ന് പറയുന്നത് ബ്രോ എന്ന് പറയുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻസ് ആട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിലേക്ക് കയറാം, യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതാണ് റോഡ് ഫുള്ള് പോയി. ഭയങ്കര അസഹനീയമായ തണുപ്പുണ്ട്. നമ്മൾ ലേയിലോട്ടുള്ളൊരു യാത്രയാണ്. അപ്പം ആക്ച്വലി മേളിൽ കൂടി ആ ട്രക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അത് ഇതിലേക്കൂടി താൽക്കാലികമായ ഒരു ഓഫ് റോഡ് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, ഓഫ് റോഡ് പോലെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവഴിയാണ് പോകേണ്ടത്. ഭയങ്കര റിസ്കി റോഡാണ്. ട്രക്സിനൊക്കെ പോകാൻ പറ്റും, നമ്മുടെ വണ്ടി പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിർത്തിയേക്ക വണ്ടി.
ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വരലച്ചാല എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇപ്പം ഇവിടുത്തെ ഈ ഒരു ഏരിയയിലെ ഏറ്റവും ആൾട്ടിറ്റ്യൂഡ് ഹൈ ഉള്ള, അതായത് ഏകദേശം 4850 മീറ്റർ ഹൈ ആണ് ഇവിടെ ഉള്ളത്, ഹൈറ്റാണ് ഇതുള്ളത്. അപ്പം നമ്മൾ ബയ്യ ഇപ്പം യു പിയിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഒരുപാട് പേരുടെ സജഷൻസ് എടുത്തപ്പോൾ ഇപ്പം നമ്മുടെ വണ്ടി സ്റ്റക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിപ്പം 4000 മീറ്ററാണ്, ഇതിൻ്റെ ഡബിളാണ്. അതായത് 8000 മീറ്ററാണ് കർദുങ്ങില പോകുന്നത്. ലേ ലഡാക്കൊക്കെ 8000 മീറ്റർ ഹൈ ആണ്. അപ്പോൾ ഇവിടെ തന്നെ റോഡെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മേളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, എൻ്റെ ആഗ്രഹം പോലെ ഞാൻ മഞ്ഞ് കണ്ടു, റോഹ്താങ്ങിൽ പോയി. ഇനിയിപ്പോൾ കർദുങ്ങിൽ പിന്നീട് ഒരിക്കൽ വരാമെന്ന് വിചാരിക്കുക. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് അത്ര മോശമായിട്ടുണ്ട്. ഇതിപ്പം വരുന്ന ടൈം അല്ല. സോ ആക്ച്വലി ഞാൻ ഇപ്പോൾ ഫ്രീസ് ചെയ്തുകൊണ്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഞാൻ തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുക. ഇതൊരു ഫൈനൽ പ്ലാൻ അല്ല, തിരിച്ചിറങ്ങാമെന്നുള്ളത് ഫൈനൽ പ്ലാൻ അല്ല. ഓക്കെ, ഇവിടെ റേഞ്ച് കിട്ടിയായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും ചോദിക്കായിരുന്നു, ലേ ലഡാക്കുള്ള ആരെങ്കിലും വിളിച്ച് ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീസായി തുടങ്ങി. യാ, ആക്ച്വലി വല്ലാത്തൊരു സ്ട്രഗിളിലൂടെയാണ് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു എടുത്തു. അവിടെ നിന്ന് മുന്നോട്ട് എടുത്തപ്പം ഇത് ആക്ച്വലി ഇപ്പം കുറച്ചുകൂടി മയത്തിലുള്ള റോഡിലായി. കുറച്ച് മുമ്പ് എൻ്റെ ദൈവമേ ഒന്നും
ഒരു 4x4 പോകേണ്ട റോഡായിരുന്നു അത്. അത്ര ഇത് വടിവശം മൊത്തം തരുതറിയാ വന്നത്. ഇത്രയും ഡാമേജ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ടാർ റോഡ് കയറി. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ചെറുതായിട്ടുണ്ട്. ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ ലേയിലെത്തുമ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങി വെക്കണം. ലേയിലെത്തുമെന്ന് അറിയില്ല. അവിടെ നിന്നൊരു ട്രക്ക് വരുമ്പോൾ ഞാൻ എങ്ങനെ സൈഡ് കൊടുക്കാനാ? ഓക്കെ, അവിടെ ഇത്തിരി സ്പേസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. സൈഡിൽ കൊക്കയാണ്, ഒന്നൊന്നര കൊക്ക. ആരുമില്ല മുന്നിലും പുറകിലൊന്നും ആരുമില്ല. മാത്രമല്ല ഈ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഈ റോഡ് നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുക. ഈ റോഡ് ഭയങ്കര കാണുന്നില്ലേ വണ്ടി കിടന്ന് കുലുങ്ങുന്നത്, എത്രത്തോളം ഹൈ കുലുങ്ങുന്നത്. അപ്പോൾ അത്ര മോശമാണ്. ഈ കട്ടറൊക്കെ ഭയങ്കര കട്ടറായ റോഡാണ്. എന്തായാലും മുന്നോട്ട് പോവാം, ലേയിലേക്ക് തന്നെ പോവാം. ഇത്രയൊക്കെ ഓടിച്ചെത്തിയില്ലേ, എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ സ്റ്റക്ക് ആവട്ടെ, പിന്നെ അല്ലാതെ. വളരെ പതിയെ പോകുന്നത്. വളരെ പതിയെ എന്ന് വെച്ചാൽ 10-ലാണ് പോകുന്നത്. 10-ലോ സോറി 0-ൽ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഉരുട്ടിക്കൊണ്ട് പോവാ. അധികം മോശം എന്ന് അല്ല, വണ്ടി ഭയങ്കര പാടുപെട്ട് പോകേണ്ട ഒരു റോഡിലെത്തി. ഞാൻ എങ്ങനെയൊക്കെയോ വണ്ടി അങ്ങ് എടുക്കുകയാണ്. ബാക്കൊക്കെ സൈഡിലോട്ട് സ്കിഡായി പോവാ. നമ്മൾ വിൻ്റർ ടയർസ് പോലെയല്ല ഇട്ടേക്കുന്നത്, സാധാ ടയറാണ്. ചെയിനും ഇട്ടിട്ടില്ല. എൻ്റെ ദൈവമേ, ഇതെങ്ങനെ കയറുക എന്തോ. കുത്തിനുള്ളൊരു കയറ്റമാണ് മുന്നിലുള്ളത്. കുത്തനെന്ന് വെച്ചാൽ ഭയങ്കര കുത്തന. അതിൻ്റെ ഇടയിൽ ക്രാക്സും ഉണ്ട്. ട്രക്ക് വന്നു. ഞാൻ പുള്ളിക്ക് സൗണ്ട് അടിച്ച് വണ്ടി നിർത്തിച്ചു. നമ്മുടെ വണ്ടി, എൻ്റെ ദൈവമേ, എന്തോ റോഡാണ് ഇത്. എന്തോ റോഡ്. അങ്ങോട്ടേക്ക് ഒരു ഇനോവ പോയി. ആ ഇനോവ തിരിച്ചു വരുന്നുണ്ട്. ദൈവമേ, ഇനി പോകാൻ പറ്റത്തില്ലേ? നമ്മളെന്തായാലും ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തി. ഒരു റോഡില്ല, ഇത് പക്ക ഓഫ് റോഡ് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും റോഡില്ല.
അതിലിപ്പോൾ ഇത്രയും ഇങ്ങനത്തെ മോശമായ റോഡ് തന്നെയാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം, കാരണം അതിനകത്ത് മെമ്മറി ഉള്ളൊരു തീരാറായി. അതുകൊണ്ട് അപ്പോൾ ലേയിലേക്ക് പോകുന്ന വഴിക്ക് രണ്ടാമത്തെ ദിവസമാണ്. വന്ന പാടെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട്, അതായത് ജിസ്പേയിൽ നിന്ന് ഞാൻ ഇറങ്ങി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യില്ല, അവിടെ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞത്തേക്കും ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ ഛർദ്ദിച്ച് ഫുഡ് പോയ്സൺ ആണോ അതോ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് ഞാൻ വൊമിറ്റ് ചെയ്ത് അവസാനം 11 മണി തൊട്ട് 11 മണി 1:30 തൊട്ട് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. രാത്രി 7 മണിക്ക് ഈ കാണുന്ന പാങ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് എത്തുന്നവരെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് ചില സിനിമയിലൊക്കെ കാണിക്കുന്ന കണക്ക് വണ്ടിക്കകത്ത് എങ്ങനെയൊക്കെ ഞാൻ ഇറങ്ങി ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് അതൊരു മലയാളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഇവിടുത്തെ ആർമി ഹോസ്പിറ്റലിൽ പോയി 2 മണിക്കൂറോളം ട്രീറ്റ്മെൻറ്റ് എടുത്തു. 2 ട്രിപ്പ് ഇട്ടു, 2 ഇഞ്ചക്ഷൻ എടുത്തു, കുറേ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു. അപ്പോഴേക്കും എനിക്ക് ഛർദി മാറി, തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും പുറകെ കാണുന്ന പത്മ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഏകദേശം ഓക്കെ ആയി. തലവേദനയൊക്കെ ചെറുതായിട്ട് മാറി. ഇവിടെ അന്നേരം ടെമ്പറേച്ചർ -6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ -9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. പിന്നെ ഇത് നമ്മൾ ബ്രോ അങ്ങനെ ബ്രോയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബ്രോ തമിഴ്നാട്ടിൽ നിന്നാണ്, ചെന്നൈയിൽ നിന്നാണ്. അതേ കണക്ക് തന്നെ കുറേ മലയാളീസ് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും പലയിടത്തായിട്ട് നിൽക്കുക. അത് കൊച്ചി ടീംസാണ്. ഹായ്, എൻ്റെ ബ്ലോഗിലേക്കാ ബ്രോ. എന്ത് എക്സ്ട്രീം ക്ലൈമറ്റ് ബ്രോ ഇല്ല, അങ്ങോട്ട് പോയിക്കണേ. എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്, ഒരു രക്ഷയില്ല. കഷ്ടപ്പെട്ടാണ് മാത്രമേ പോയത്. -6 ഡിഗ്രി അല്ല, ഇപ്പൊ ഇല്ല, ഇവിടെയുള്ള വെള്ളത്തിന്റെ അംശമുള്ള എല്ലാ സാധനവും ഐസായി പോയേക്കാണ്. എന്താണെങ്കിലും അതെല്ലാം ഐസായി പോയേക്കാണ്. പെട്ടുപോയി. അപ്പോൾ ഇത് ബൈക്ക് ഇത് I will stand this side because sun is there. Myself, Tanmay. He is from Jispa. I have an emergency doing shit, and his room is actually saved me in just such a climate of -13 degree. -9 Thank you now. so much. And have a safe ride Sure. towards Leh, and proud of you that in this weather also you are actually enjoying, So this is pretty unique, But a safe ride. Thanks You'll enjoy the ride actually. Sure. God bless. Thank you. ഇന്നലെ എന്നെ രക്ഷിച്ച ആളാണ് ഇതായി നിൽക്കുന്നത്.
ഞാൻ ഇവിടെ വന്ന പാടെ പുള്ളിയോടാണ് ഇറങ്ങി വന്നത്. അതായത് നടക്കാന്ന് വയ്യാന്ന് എനിക്കല്ലേ, എങ്ങനെയൊക്കെ ഞാൻ വന്ന് ഹോസ്പിറ്റലിലോട്ട് എന്ന് ചോദിച്ചു. പുള്ളി എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ഹോസ്പിറ്റലിൽ പോയി, ആർമി ഹോസ്പിറ്റലിൽ പോയി സെറ്റ് ചെയ്തു. ഒരുവിധം ഓക്കെ ആക്കി തിരിച്ചു വന്നു. പേര് പറ? അശ്വിൻ. പുള്ളിക്കാരൻ മലയാളിയാണ്. പിന്നെ അത് കണക്ക് തന്നെ ആ ഹോട്ട് വാട്ടർ കൊണ്ടുവന്ന പുള്ളിയും മലയാളിയാണ്. ഇവിടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിട്ട് എടുത്തതാട്ടോ, വേറെ വഴിയൊന്നുമില്ല. ചൂടുവെള്ളം കാര്യത്തിൽ രാവിലെ പോകുന്നത് ഊഹിച്ചാ മതി, ഇതിലൊക്കെയാണ് എല്ലാം സാധിക്കുന്നത്. ചൂടുവെള്ളം വെച്ചാണ് കാര്യം സാധിക്കുന്നത്, പറ്റില്ല. അപ്പൊ ബ്രോ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ എല്ലാവരും ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവരെല്ലാം മണലിലോട്ടോ, നമ്മൾ മണലിലാണ് വന്നത്, ഇവരെല്ലാം മണലിലോട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ വന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇൽനെസ്സൊക്കെ ഉണ്ടായെങ്കിലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള ലേയിലേക്ക് പോകുന്ന വ്ളോഗ് നമുക്ക് അടുത്ത വ്ളോഗ് ചെയ്യാം. അപ്പം മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.